ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് അമൃത ഫ്രം SO Civil. ഇപ്പോൾ നമ്മളിന്ന് പ്രൊഫഷണൽ എത്തിക്സിലെ കുറച്ച് ടോപ്പിക്സ്, അതായത് സർവീസ് ലേണിംഗ്, സിവിക് വിർച്യൂസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് ടോപ്പിക്, സർവീസ് ലേണിംഗ്. അപ്പോൾ എന്താണ് സർവീസ്, അല്ലെങ്കിൽ എന്താണ് ലേണിംഗ്? രണ്ടും കൂടെ ചേർന്നിട്ടാണ് സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പഠിക്കുക എന്നാണ്. അപ്പോൾ എന്ത് സർവീസ് ചെയ്തിട്ടാണ് പഠിക്കുക എന്നാണ് ഇവിടെ സർവീസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുക, അതുവഴി സൊസൈറ്റിക്ക് വേണ്ടി സർവീസ് ചെയ്യുക, അതുവഴി ലേണിംഗ്, അതായത് അതുവഴി നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, അതാണ് സർവീസ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. സർവീസ് ലേണിംഗ്. Service learning refers to the learning the service policies, procedures, norms and conditions other than the technical trade practices. അതായത് നമ്മളിപ്പോൾ ഒരു പോളിസിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും നോംസും കണ്ടീഷൻസും അതിൻ്റെ ടെക്നിക്കൽ ട്രേഡ് പ്രാക്ടീസിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്? അതിൻ്റെ പ്രൊസീജിയേഴ്സ്, നോംസ്, കണ്ടീഷൻസ്, അതൊക്കെയാണ്. The service learning includes the characteristics of the work, basic requirements, security of the job and awareness of the procedures while taking decisions and actions. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആ വർക്കിൻ്റെ ഡിസിഷൻസും ആക്ഷൻസും എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ്, അതായത് ആ വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ വർക്ക് എങ്ങനത്തെ വർക്കാണ്, അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ട്, അവെയർനെസ്, അതൊക്കെ നോക്കിയിട്ടാണ് അതിനൊരു ഫൈനൽ ഡിസിഷനും ആ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആക്ഷൻസും നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽസ് ടു ഇൻറ്ററാക്ട് എത്തിക്കലി വിത്ത് കൊളീഗ്സ്, ടു എഫക്റ്റീവ്ലി കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ടു ഇൻറ്ററാക്ട് കോർഡിനേറ്റ്ലി വിത്ത് suppliers as well as customers and to maintain all these friendly interactions. അതുകൊണ്ട് തന്നെ നമുക്ക് കൊളീഗ്സുമായിട്ടും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടും പിന്നെ വേറെ സപ്ലയേഴ്സുമായിട്ടൊക്കെ ഒരു ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സർവീസ് ലേണിംഗ് ഹെൽപ്പ് ചെയ്യും. സർവീസ് ലേണിംഗ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിലൂടെയുള്ള ക്യാരക്ടറാണ്, നമ്മുടെ ക്യാരക്ടറാണ് നമ്മളങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ്. Alternatively, the service learning may be defined as the non-paid activity in which service is provided on voluntary basis to the public, non-profitable institutions and charitable organizations. അതായത് നമ്മൾ ഈ സർവീസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു നോൺ പെയ്ഡ് ആക്ടിവിറ്റിയാണ്. അതായത് ഈ സർവീസ് ലേണിങ്ങിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ്സും ഇല്ല, നമ്മൾ കാരണം പബ്ലിക്സിനാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്. അതായത് എന്താണ്, നോൺ പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഇവരെയൊക്കെ നമ്മളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അതിലൊരു ബെനിഫിറ്റ്സും നമുക്ക് കിട്ടാറില്ല, നമ്മുടെ ക്യാരക്ടർ അതേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ കാരണം പബ്ലിക്കിന് അതൊരു വലിയൊരു ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ കോളേജിലെ NSS യൂണിറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമുണ്ട്. അതായത് അഗതി മന്ദിരത്തിലൊക്കെ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുക, പിന്നെ നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ക്ലീൻ ചെയ്തിടുക, പാവപ്പെട്ട കുട്ടികൾക്ക് എഡ്യൂക്കേഷന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ആ യൂണിറ്റ് ചെയ്യണുണ്ട്. അപ്പോൾ ഇത് സർവീസ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് NSS യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സർവീസ് ഡ്യൂറിങ് ലേണിംഗ്. This includes training or study on real problems and their possible solution during the formal learning, that is course of study. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റിയൽ ലൈഫിലുള്ള ആ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് പോസിബിളായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഈ സർവീസ് ലേണിങ്ങിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതിന് നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല സൊല്യൂഷൻ, അതായത് നല്ലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കോഴ്സസ് ഓഫ് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഇൻഡസ്ട്രിയൽ സിനാരിയോ, അഡോപ്ഷൻ, സ്റ്റഡി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് or welfare or safety system of a village or school is an example of service learning by the employees.
എംപ്ലോയീസിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ എംപ്ലോയീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ട സർവീസ് ലേണിങ്ങിൻ്റെ എക്സാമ്പിളാണ് എന്തോ പബ്ലിക് ഹെൽത്ത്, വെൽഫെയർ, പിന്നെ അഡോപ്ഷൻ, സ്റ്റഡി, വില്ലേജിലുള്ളവരുടെ സേഫ്റ്റി, പിന്നെ കുട്ടികൾക്കുള്ള പഠന സൗകര്യം, അതൊക്കെയാണ് എംപ്ലോയീസ് ചെയ്യേണ്ട സർവീസ് ലേണിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. The engineering student analyzing and executing a socially relevant project is another example of service learning. നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റിനെ അനലൈസ് ചെയ്യുകയും അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡും അതാണ് സർവീസ് ലേണിംഗ് നമ്മളെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. The service learning is a methodology falling under the category of experimental education. It is one of the forms of experimental learning and community service opportunities. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് കമ്മ്യൂണിറ്റി സർവീസിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അതായത് എന്താണ്, നമ്മൾ തന്നെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുക, അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുക, അതായത് സർവീസ് ചെയ്യുക, അവിടെ നിന്ന് നമ്മൾ പഠിക്കുക, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളെന്നൊക്കെ പഠിക്കുക. അപ്പോൾ ഈ സർവീസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ എഡ്യൂക്കേഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ തിയറിറ്റിക്കലായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെയ്ത് അത് നന്നാക്കാനുള്ളതാണ് എന്താ സർവീസ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് വേസാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെ? കണക്ഷൻ ടു കരിക്കുലം, ലേണേഴ്സ് വോയിസ്, റിഫ്ലക്ഷൻ, പാർട്ട്നേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഇതാണ് അതിൻ്റെ 4 ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള വേ. അപ്പോൾ ഫസ്റ്റത്തത് കണക്ഷൻ ടു കരിക്കുലം. Integrating the learning into a service project is a key to successful service learning. അതായത് നമ്മളായിട്ട് തന്നെ പഠിത്തത്തിൽ നിന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസിപ്ലിനറി ആക്ഷൻ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ഡിസിപ്ലിനറി ആക്ഷൻസ് പോലും നമുക്ക് പബ്ലിക്കിന് അതൊരു നല്ല കാര്യമായിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട ചില ഡ്യൂട്ടീസും എല്ലാം പബ്ലിക്കിന് നമുക്ക് പറയാം. അപ്പോൾ അവരും നമ്മൾ പഠിക്കുന്നത് വഴി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതും ഒരു ടൈപ്പ് സർവീസ് ലേണിംഗ് ആണ്. അടുത്തത് ലേണേഴ്സ് വോയിസ്. ബിയോണ്ട് ബീയിങ് ആക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ ദ പ്രോജക്റ്റ്, trainees have the opportunity to select, design, implement and evaluate their service activity. ആ പ്രോജക്റ്റിൽ എൻഗേജ്ഡ് ആകുമ്പോൾ ആ ട്രെയിനിക്ക് ചെയ്യുന്ന ട്രെയിനിക്ക് അതിനെപ്പറ്റി സെലക്ട് ചെയ്യുക, അതിന് ആ ഡിസൈൻ എന്താണ് സെലക്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, സോഷ്യൽ ആക്ടിവിറ്റി, ആ സർവീസ് ആക്ടിവിറ്റി അവർക്ക് ഇതൊക്കെ ചെയ്യാൻ എന്താണ് സെലക്ട് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു പ്രോജക്റ്റിൽ എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്കും ആ ട്രെയിനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. അടുത്തത് റിഫ്ലക്ഷൻ. സ്ട്രക്ചേർഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ ക്രിയേറ്റഡ് ടു തിങ്ക്, ടോക്ക് ആൻഡ് റൈറ്റ് അബൌട്ട് ദ സർവീസ് എക്സ്പീരിയൻസ്. അതായത് സ്ട്രക്ചേർഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചിന്തിക്കാനും പറയാനും എഴുതാനും നമ്മളെ സർവീസ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനും ചിന്തിക്കാനും എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നുണ്ട്. സ്ട്രക്ചേർഡ് ഓപ്പർച്യൂണിറ്റീസ്. The balance of reflection and action allows the trainees to be constantly aware of the impact of their work. ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനും അതൊക്കെയാണ്, പറയാനും അതൊക്കെയാണ്. അതിൻ്റെ ആക്ഷനും റിഫ്ലക്ഷനും ആക്ഷനും ആ ചെയ്യുന്ന ട്രെയിനിക്ക് ഒരു അവെയറാണ്. അതായത് അവരുടെ വർക്കിൻ്റെ സക്സസ്സിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ബാലൻസ്. ഇതിൻ്റെ തമ്മിലുള്ള ബാലൻസ് റിഫ്ലക്ഷനും ആക്ഷനും. നെക്സ്റ്റ് നാലാമത്തെ ഡിസ്റ്റിങ്വിഷൻ വേ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. Partnership with community agencies are used to identify genuine needs, provide mentorship and contribute input such as labor and expertise towards completing the project. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിന് പാർട്ട്ണർഷിപ്പ് കൊടുക്കുക, കമ്മ്യൂണിറ്റി ഏജൻസികൾക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കുക. അതെന്താണ്, നമ്മളെ ജെന്യൂൻ നീഡ്സും മെൻറ്റർഷിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. അതിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ പറയില്ല. അപ്പോൾ ഇത്രയുമാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് സർവീസ് ലേണിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സർവീസ് ലേണിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വിർച്യൂസ് ആണ്. വിർച്യൂസ് മീൻസ് ഗുഡ് പ്രാക്ടീസേഴ്സ്, അതായത് നല്ല ശീലങ്ങളെന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. വിർച്യൂസ് ആർ പോസിറ്റീവ് ആൻഡ് പ്രിഫേർഡ് വാല്യൂസ്.
റിച്വൽസ് എന്ന് പറയുന്നത് പോസിറ്റീവും പ്രിഫേർഡും ആയിട്ടുള്ള വാല്യൂസ്, അതായത് നമ്മളിലുള്ള നല്ല ഗുണങ്ങളെയാണ് റിച്വൽസ് എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സിലാണെങ്കിൽ അങ്ങനെ പറയാം. റിച്വൽസ് ആർ ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് ഓർ ക്യാരക്ടർ ട്രൈറ്റ്സ്, motives and emotions that enable us to be successful and to act in ways that develop our highest potential. നമ്മുടെ മിനിമം എഫേർട്ട് ഇട്ട് നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ മോട്ടീവ്, നമ്മുടെ ഇമോഷൻസിനൊക്കെയാണ് വിർച്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുവോ അപ്പോൾ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് അതിനെ കാണുന്നു ആ നല്ല ശീലത്തിനെയാണ് വിർച്യൂസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. They energize and enable us to pursue the ideals that we have adopted. Honesty, courage, compassion, generosity, fidelity, integrity, fairness, transparency, self-control, prudence are examples of virtues. അതായത് ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം, കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അനുകമ്പ, ജെന്യൂസിറ്റി എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നൊക്കെ പറയും, ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, ഇൻറ്റഗ്രിറ്റി സമഗ്രത, സുതാര്യത, പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ വിവേകം. ഇതൊക്കെയാണ് നല്ല ശീലങ്ങൾ, അതായത് റിച്വൽസിൻ്റെ സം എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്ന നല്ല ഗുണങ്ങൾ, ഗുഡ് പ്രാക്ടീസസ് എന്നാണ്. അടുത്ത് virtues are tendencies which include solving problems through peaceful and constructive means and follow the path of the golden mean between the extremes of excess and deficiency. അതായത് റിച്വൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, ഏത് മെത്തേഡ് വഴിയാണ്, അതായത് ശാന്തവും നമ്മുടെ നമ്മളെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വഴിയിലൂടെ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ അതാണ് റിച്വൽസ് എന്ന് പറയുന്നത്, അതാണ് റിച്വൽസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഫോളോ ദ പാത്ത് ഓഫ് ദി ഗോൾഡൻ മീൻ ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ഓഫ് എക്സസ് ആൻഡ് ഡെഫിഷ്യൻസി. ഇവിടെ എക്സസും ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും എക്സസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറവ്, അതായത് കുറവിലും കൂടുതലിലും നമ്മൾ എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് അതിൻ്റെ തമ്മിലുള്ള ഇടയിലുള്ളൊരു പാത്തിനെയാണ് ഇവിടെ വിർച്വസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദേ ആർ ലൈക്ക് ഹാബിറ്റ്സ്, ഓൺസ് അക്വയർഡ് ദേ ബിക്കം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ. അതൊരു ശീലം പോലെയാണ്, അതായത് ഒരിക്കൽ ഒരു പേഴ്സൺ ഇതേപോലെയൊക്കെ ചെയ്താൽ അത് അയാളുടെ ഒരു ക്യാരക്ടറായിട്ട് മാറും, സ്വഭാവമായിട്ട് മാറിക്കോളും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. Moreover, a person who has developed virtues will naturally act in ways consistent with moral values. The virtuous person is the ethical person. അപ്പോൾ ഈ വിർച്യൂസൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരാൾ കൺസിസ്റ്റൻറ്റ് മോറൽ പ്രിൻസിപ്പിളുമായിട്ട് കൺസിസ്റ്റൻ്റ് ആണ്, അതായത് ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയാം. ഇത്രയേ ഉള്ളൂ വിർച്യൂസിനെ പറ്റി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിവിക് വിർച്യൂസ് ആണ്. സിവിക് മീൻസ് നാഗരികത എന്ന് പറയും. അപ്പോൾ സിവിക് വിർച്യൂസ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ് എക്സെട്ര, അങ്ങനെയൊക്കെയാണ് സിവിക് വിർച്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പൗരന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ പൗരൻ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഈ സിവിക് വിർച്യൂസിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മോറൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആണ്. അതായത് നമ്മൾ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസും നമുക്കുള്ള അവകാശങ്ങളും. അതായത് സിവിക് വിർച്യൂസ് ആർ ദ മോറൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആസ് എ സിറ്റിസൺ ഓഫ് ദ വില്ലേജ് ഓർ എ കൺട്രി ഓർ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് അവകാശപ്പെട്ടതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് സിവിക് വിർച്യൂസ് എന്ന് പറയുന്നത്. An individual may exhibit civic virtues by voting, volunteering and organizing welfare groups and meetings. ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഈ സിവിക് വിർച്യൂസ് എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് വോട്ട് ചെയ്യാം, വോളണ്ടിയർ, അതായത് ഓരോ കാര്യങ്ങൾക്ക് വോളണ്ടിയറായിട്ട് നിൽക്കാം, പിന്നെ ഓർഗനൈസിങ് വെൽഫെയർ ഗ്രൂപ്പ്സ് ആൻഡ് മീറ്റിങ്സും ഗ്രൂപ്പ്സൊക്കെ ഓർഗനൈസ് ചെയ്യാം. അതൊക്കെയാണ് സിവിക് വിർച്യൂസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
അതിൻ്റെ നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട് റൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കുറച്ച് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ടു പേ ടാക്സസ് ടു ദ ലോക്കൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഇൻ ടൈം. നമുക്ക് ഓരോരുത്തർക്കും ടാക്സ് ഉണ്ട്, ഓരോരുത്തർക്കും ടാക്സുകളുണ്ട്. അപ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിനായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും അത് സമയത്തിന് തന്നെ അടയ്ക്കുക, അത് നമ്മളൊരു ഡ്യൂട്ടിയാണ്. ടു കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഗ്രീൻ. നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകൾ ക്ലീനും ഗ്രീനും ആയിട്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ്, നോട്ട് ടു പൊല്യൂട്ട് ദ വാട്ടർ, ലാൻഡ്, എയർ ബൈ ഫോളോയിങ് ദ ഹൈജീൻ ആൻഡ് പ്രോപ്പർ ഗാർബേജ് ഡിസ്പോസൽ. നമ്മൾ വാട്ടറും വെള്ളവും നമ്മുടെ സ്ഥലങ്ങളും പിന്നെ വായുവും ഒന്നും പൊല്യൂട്ട് ചെയ്യാതിരിക്കുക, ഹൈജീനാക്കി വെക്കുക. അതായത് പ്രോപ്പറായിട്ടുള്ള ഗാർബേജ് ഡിസ്പോസലൊക്കെ നടത്തുക, അത്രേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. For example, not to burn woods, tires, plastic materials, spit in the open, even not to smoke in the open, and not to cause nonsense to the public, and some of the civic virtues. അതായത് എന്തുവാണ്, പ്ലാസ്റ്റിക്കും ടയേഴ്സ് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും കത്തിക്കാതിരിക്കുക, നമ്മൾ പബ്ലിക്കിൽ സ്മോക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെ സാധാരണ നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് സിവിക് വിർച്യൂസ്, അതായത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ്. 4ാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഫോളോ ദ റോഡ് സേഫ്റ്റി റൂൾസ്. റോഡിൽ പോകുമ്പോൾ ഉള്ള സേഫ്റ്റി റൂൾസൊക്കെ പാലിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട 4 ഡ്യൂട്ടീസ്. ചില ഡ്യൂട്ടീസ് ഇത്രയല്ല, ഇനിയും ഉണ്ട്, ഇത് കുറച്ചേ ഉള്ളൂ. അടുത്ത് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ റൈറ്റ്സ് ആണ്. ഓൺ ദ അതർ ഹാൻഡ്, ദ റൈറ്റ്സ് ആർ ടു വോട്ട് ദ ലോക്കൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. നമുക്ക് 18+ ആകുമ്പോഴത്തേക്ക് നമുക്ക് വോട്ടിങ്ങിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യാം, അത് നമ്മളെ ഫസ്റ്റ് റൈറ്റ് ആണ്. സെക്കൻഡ് റൈറ്റ് ടു കോൺടെസ്റ്റ് ഇൻ ദ എലക്ഷൻസ് ടു ദ ലോക്കൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ലോക്കൽ സ്റ്റേറ്റിലും നമുക്ക് എലക്ഷന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അത് 2ാമത്തെ റൈറ്റ് ആണ്. ടു സീക്ക് എ പബ്ലിക് വെൽഫെയർ ഫെസിലിറ്റി സച്ച് ആസ് സ്കൂൾ, ഹോസ്പിറ്റൽ, കമ്മ്യൂണിറ്റി ഹാൾ ഓർ ട്രാൻസ്പോർട്ട് ഓർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. നമുക്ക് എന്താണ്, സ്കൂള്, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ, കമ്മ്യൂണിറ്റി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതിനെല്ലാം ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇത്രയും നമ്മുടെ റൈറ്റ്സ് ആണ്. ഹോസ്പിറ്റലും നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളും കമ്മ്യൂണിറ്റിയും പിന്നെ കമ്മ്യൂണിറ്റി ഹാളും പിന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളാണ്, നമുക്ക് വേണ്ട അവകാശങ്ങളാണ്. അടുത്തത് ടു എസ്റ്റാബ്ലിഷ് എ ഗ്രീൻ ആൻഡ് സേഫ് എൻവയോൺമെൻറ്റ്, പൊല്യൂഷൻ ഫ്രീ, corruption free, and to follow ethical principles. People are said to have the right to breathe in fresh air and by not allowing smoking in public. നമുക്കൊരു സേഫും ഗ്രീനുമായിട്ടുള്ള എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യുക, അതായത് പൊല്യൂഷൻ ഫ്രീയും കറപ്ഷൻ ഫ്രീ, അഴിമതി ഇല്ലാത്തതും പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് സേഫ് എൻവയോൺമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് നമ്മുടെ ഒരു അവകാശമാണ്, അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. People are said to have the right to breathe in fresh air by not allowing smoking in public. നമ്മൾ തന്നെ പബ്ലിക്കിലൊക്കെ സ്മോക്ക് ചെയ്യാതിരുന്നാലും പബ്ലിക്കിനെ പൊല്യൂട്ട് ചെയ്യാതിരുന്നാലും നമുക്ക് തന്നെ ഫ്രഷ് എയർ ഇൻഹേൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, people have inalienable right or to accept or reject a project in their area. One has the right to seek legal remedy in this respect through public interest petition. ഇപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ഏരിയയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം, നമുക്ക് കൊള്ളാമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം. അത് സഹായിക്കുന്ന പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷൻ, ഇതുവഴി നമുക്ക് റിജക്റ്റ് ചെയ്യാം. ലീഗലായിട്ടുള്ള റെമഡി കിട്ടണമെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷൻ വഴി കിട്ടിക്കോളും. George Washington embodied the civic virtues as indispensable for a service self-governing administration. അപ്പോൾ ഈ സിവിക് വെർച്യൂസിനെ പറ്റി ഫസ്റ്റ് പറഞ്ഞത് അമേരിക്കയിലെ ഫസ്റ്റ് പ്രസിഡൻ്റായ ജോർജ് വാഷിങ്ടനാണ്. ഇതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സിവിക് വെർച്യൂസ് ആസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ എ സെൽഫ് ഗവേണിംഗ് അഡ്മിനിസ്ട്രേഷൻ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളെന്നാണ് സിവിക് വെർച്യൂസിനെ ജോർജ് വാഷിങ്ടൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അദ്ദേഹം ഈ സിവിക് വെർച്യൂസിനെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 കാറ്റഗറി ആയിട്ട്. അതിലെ ഫസ്റ്റ് കാറ്റഗറി സിവിക് നോളജ്, പിന്നെ സെക്കൻഡ് കാറ്റഗറി സെൽഫ് റീസ്ട്രെയിൻറ്റ്, തേർഡ് സെൽഫ് അസേർഷൻ, ഫോർത്ത് സെൽഫ് റിലയൻസ്. ഈ 4 കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം സിവിക് വെർച്യൂസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സിവിക് നോളജാണ്. സിവിക് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഗരിക അറിവ് എന്നാണ് പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ അങ്ങനെ പറയാം. സിവിക് നോളജ് എന്ന് പറഞ്ഞാൽ നാഗരിക അറിവ്. അപ്പോൾ ഇതിനെപ്പറ്റി മലയാളത്തിലൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ആ പൗരൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നോളജ് ആ സിറ്റിസന്, എന്തൊക്കെ നോളജാണ് ആ സിറ്റിസന് ഉണ്ടായിരിക്കേണ്ടത്, അതാണ് സിവിക് നോളജ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് പറഞ്ഞുതരാം, ഇതിൽ പറഞ്ഞുതരാം താഴത്തിൽ. Citizens must understand what the Constitution says about how the government is working and what the government is supposed to do and what not to do. ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, നമ്മൾ അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും നമ്മുടെ ഭരിക്കുന്നവരെക്കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്തുകൂടാ, നമ്മളും അത് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് തെറ്റും ശരിയും. We must understand the basis of our responsibility as citizens beside duties and rights. നമ്മുടെ ഡ്യൂട്ടീസും റൈറ്റ്സിനും പുറമേ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. We must be able to recognize when the government or another citizen infringes upon our rights. It implies that the government requires the participation of the enlightened citizen to serve and survive. ഇവിടെ എൻലൈറ്റൻഡ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും റൂൾസും റെഗുലേഷൻസിനെ പറ്റിയും അറിവുള്ള വ്യക്തി, അതിനെയാണ് എൻലൈറ്റൻഡ് സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ നമ്മളതായിട്ടുള്ള എൻലൈറ്റൻഡ് സിറ്റിസൻസിൻ്റെ പാർട്ടിസിപ്പേഷനും ആവശ്യമാണ്. എന്തിനാണ്? സർവൈവ് ചെയ്യാനും നിലനിൽക്കാനും സെർവ് ചെയ്യാനും സേവിക്കാനും എല്ലാം നമ്മുടെ ഒരു ഹെൽപ്പ് കൂടി, എൻലൈറ്റൻഡ് സിറ്റിസൻ്റെ ഹെൽപ്പ് കൂടി നമ്മുടെ ഗവൺമെൻറ്റിന് ആവശ്യമാണ്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിവിക് നോളജിൽ പറയാൻ. സിവിക് നോളജ് എന്ന് പറഞ്ഞാൽ നാഗരിക അറിവ്. ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നമ്മുടെ നോളജിനാണ് സിവിക് നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സെൽഫ് റീസ്ട്രെയിൻ്റ് ആണ്. സെൽഫ് റീസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, റീസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. അപ്പോൾ സെൽഫ് റീസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ആത്മനിയന്ത്രണം എന്നൊക്കെ പറയാം. ആത്മനിയന്ത്രണം. For citizens to live in a free society with limited government, each citizen must be able to control or restrain himself. Otherwise, we would need a police state that is a dictatorial government to maintain safety and order. He advocated for morality and declared that happiness is achieved and sustained through virtues and morals. He advocated and demonstrated self-restraint several times in his private and public life, and naturally he has a great leader. അതായത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, ഒരു ലിമിറ്റഡ് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ, അതായത് കുറച്ച് പരിധിയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു കൺട്രോൾ ചെയ്യണം. അതായത് നമ്മൾ കൂടുതൽ റിസോഴ്സൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടേതായിട്ടുള്ള സെൽഫ് കൺട്രോളിങ്, അതാണ് സെൽഫ് റീസ്ട്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സെൽഫ് പവർ ഉപയോഗിച്ച് നമ്മൾ റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇപ്പോൾ ഡിക്റ്റേറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷനും റൂൾസ് റെഗുലേഷൻസൊന്നും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റിനാണ് ഡിക്റ്റേറ്റോറിയൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്.
അതായത് അവിടെ സെൽഫ് പവർ ഉപയോഗിച്ചാണ് അവർ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ശരിയായിട്ടുള്ള റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ സെൽഫ് റീസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ തന്നെ സ്വയം നമ്മുടെ ലൈഫ് ലിമിറ്റഡ് ആയിട്ട് കൊണ്ടുപോവുക, ആർക്കൊരു ദോഷം വരാത്ത രീതിയിൽ, പബ്ലിക്കിനും ഒരു ദോഷവും വരാത്ത രീതിയിൽ കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെൽഫ് അസേർഷനാണ്. സെൽഫ് അസേർഷൻ ഈ സെൽഫ് എസ്റ്റീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിലേറ്റഡ് ടു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാഭിമാനം എന്ന് പറഞ്ഞാണ് സെൽഫ് എസ്റ്റീമിനെ പറയണത്. അപ്പോൾ നമുക്ക് ഡെഫിനേഷനോട്ട് വരാം. സെൽഫ് അസേർഷൻ മീൻസ് ദാറ്റ് citizens must be proud of their rights and have the courage to stand up in public and defend their rights. അതായത് നമ്മളൊരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാട്ടുക, നമ്മളത് തെറ്റാണെന്ന് പറയാനുള്ള ഗട്ട്സ് കാണിക്കുക, എവിടെയായാലും അതിനുള്ള കഴിവിനെയാണ് സെൽഫ് അസേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോസ് കുറച്ച് ഹാർഡ് സ്വഭാവമുള്ളൊരു ബോസാണ്, ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ പോയിൻറ്റ്സ് പറയുകയാണ്, പക്ഷേ അത് തെറ്റായിട്ടുള്ള കുറേ ഇംപ്ലിമെൻറ്റേഷൻസാണ് പറയുന്നത്. അത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത പോയിൻറ്റ്സാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ നമ്മളവിടെ സൈലൻ്റായിട്ട് ഇരിക്കുക എന്നല്ല നോക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ എന്ത് വരണമെന്ന് നോക്കണ്ട, നമ്മൾ അതിൻ്റെ ബലം എന്താണെന്ന് നോക്കാതെ തെറ്റാണ് അതെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് എണീറ്റ് നിന്ന് അത് തെറ്റാണെന്ന് പറയാനുള്ള ആ ഒരു ഗട്ട്സ് കാണിക്കുക. അതിനാണ് സെൽഫ് അസേർഷൻ എന്ന് സിംപ്ലി പറയുകയാണെങ്കിൽ. അതായത് തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയുക, അത്രയേ ഉള്ളൂ. അതായത് ആത്മാഭിമാനം, നമ്മുടെ എന്ത് വരുമെന്ന് എന്തിപ്പോൾ നമ്മൾ തെറ്റ് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ബലം എന്താണെന്ന് അറിയിക്കാതെ ഓർക്കാതെ നമ്മളതിന് പറയുക, അത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആയിട്ടുള്ള റൈറ്റിനെ നമ്മൾ പ്രൗഡ് ചെയ്യുക, നമ്മളെ റൈറ്റ്സിൽ നമ്മൾ അഭിമാനിക്കുക, അത്രയേ ഉള്ളൂ. സംടൈംസ് എ ഗവൺമെൻറ് മേ usurp the very rights that it was created to protect. In such cases, it is the right of the people to alter or abolish the government. Example, voting rights callback. ഇതൊക്കെയാണ് വോട്ടിങ്ങും നമ്മളെ വോട്ടിങ്ങിനുള്ള അവകാശം. ഇതൊക്കെയാണ് നമ്മുടെ സെൽഫ് അസേർഷൻ. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ആളിനെ നമ്മൾ കൊടുക്കും, അതേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത എന്നൊക്കെ പറയും. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും എപ്പോഴും നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റൂല, എപ്പോഴായാലും. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഗവൺമെൻറ് നമ്മളെ സഹായിച്ചു എന്നിരിക്കില്ല. അതായത് സിറ്റിസൺ ഹു കനോട്ട് പ്രൊവൈഡ് ഫോർ ദംസെൽഫ് വിൽ നീഡ് എ ലാർജ് ഗവൺമെൻറ് ടു ടേക്ക് കെയർ ഓഫ് ദം. നമ്മുടെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. നമുക്കൊരു വലിയ റിസോഴ്സ് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. When citizens become dependent on government for their basic needs, the people are no longer in a position to demand that government act within the confines of the constitution. ഇപ്പോൾ ഒരിക്കൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ പിന്നെ എപ്പോഴും അതിലോട്ട് ഡിപ്പെൻഡൻ്റ് ആയിപ്പോകും. കാരണം എന്ന് വെച്ചാൽ ചില സമയം നമുക്കത് കിട്ടാതെ വരും. എല്ലാവർക്കും കൊടുക്കേണ്ട സംഭവമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഡിപ്പെൻഡ് ചെയ്താൽ അത് പറ്റൂല. അതുകൊണ്ട് ഒന്നിനെയും അത്രയ്ക്ക് ഡിപ്പെൻഡ് ചെയ്താതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യുക. Self-reliant citizens are free citizens in the sense that they are not dependent on others for their basic needs. നമ്മളെ ബേസിക് നീഡ്സിനെ വേറൊരാളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോവുക. അതാണ് സെൽഫ് റിലയൻറ്റ് സിറ്റിസൺ എന്ന് പറയുന്നത്. They do not need a large provider government which has the potential to become a oppressive government. അതായത് they do not need a large provider government. അവർക്ക് വലുതായിട്ടൊരു ഡിപ്പെൻഡർ ഒന്നും വേണ്ട. അവർക്ക് അവരുടെ കഴിവ് ഉപയോഗിച്ച് അവരുടെ ബേസിക് നീഡ്സിനെ മീറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. Only a strong reliant citizenry will be able to enjoy fully the blessings of liberty. These civic virtues applicable to local, state and central governments nourish freedom and civil liberty at the root of democracy. അതായത്
ഇവിടെ സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥതയെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ബേസിക് നീഡ്സിനെ നമ്മൾ തന്നെ കൊണ്ടുപോവുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോവുക. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ 18 വയസ്സ് കഴിയുമ്പോൾ ബോയ്സിനൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ജോലിക്ക് പോകാൻ, എപ്പോഴും അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കൊണ്ടുപോവാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത സർവീസ് ലേണിംഗ്, സിവിക് വിർച്യൂസ് എന്താണെന്ന് നോക്കി, സിവിക് വിർച്യൂസ് എന്താണെന്ന് നോക്കി, സിവിക് വിർച്യൂസിൻ്റെ 4 കാറ്റഗറിയായ സിവിക് നോളേജ്, സെൽഫ് റീസ്ട്രെയിൻറ്റ്, സെൽഫ് അസേർഷൻ, സെൽഫ് റിലയൻസ് എന്താണെന്നും നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.